യുഎഇയിലെ ബറാക്ക ആണവ നിലയത്തിന് സമീപമുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമെന്ന് യുഎഇ ഭരണകൂടം. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം യുഎഇയുടെ സുരക്ഷയ്ക്ക് മേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ യുഎഇ വ്യക്തമാക്കി. അതിനിടെ മേഖലയിലെ സമാധാനം ലക്ഷ്യമിട്ട് ഖത്തർ നയതന്ത്ര ഇടപെടലുകൾ ശക്തമാക്കി. മിഡിൽ ഈസ്റ്റിൽ ഉടലെടുത്ത പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ മുൻനിർത്തി ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായും ഖത്തർ ഔദ്യോഗികമായി ചർച്ചകൾ നടത്തി. യുഎഇക്ക് നേരെയുണ്ടായ ഈ ഭീകരാക്രമണത്തെ ഗൾഫ് മേഖലയിലെ മറ്റ് പ്രമുഖ രാജ്യങ്ങളായ കുവൈത്തും ഖത്തറും കടുത്ത ഭാഷയിൽ അപലപിച്ചു. യുഎഇയുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇരു രാജ്യങ്ങളും പ്രകോപനപരമായ ഇത്തരം നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബറാക്ക ആണവ നിലയത്തിന് സമീപമുണ്ടായ ആക്രമണം അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ആണവ നിലയത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അൽ ദഫ്ര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയത്തിന്റെ ഉൾഭാഗത്തെ സുരക്ഷാവേലിക്ക് പുറത്തുള്ള ഒരു ഇലക്ട്രിക് ജനറേറ്ററിലാണ് ആക്രമണത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായത്. സിവിൽ ഡിഫൻസ് വിഭാഗം സ്ഥലത്തെത്തി ഉടൻ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും റേഡിയേഷൻ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് യാതൊരുവിധ ഭീഷണിയും ഉയർന്നിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ആണവ നിലയത്തിന്റെ സുരക്ഷയെയോ അതിന്റെ പ്രധാന സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെയോ ഈ തീപിടുത്തം ബാധിച്ചിട്ടില്ലെന്ന് യുഎഇയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ന്യൂക്ലിയർ റെഗുലേഷൻ അറിയിച്ചു. നിലയത്തിലെ എല്ലാ സ്റ്റേഷനുകളും പതിവ് പോലെ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഔദ്യോഗികമായി പുറത്തുവിടുമെന്ന് അതോറിറ്റി അറിയിച്ചു. പൊതുജനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ യാതൊരുവിധ വ്യാജ വാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും യുഎഇ ഭരണകൂടം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. സംശയത്തിന്റെ വിരൽ നീളുന്നത് ഇറാനിലേക്കാണ്. ഇസ്രായേലുമായും അമേരിക്കയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന യുഎഇയെ ഭീഷണിപ്പെടുത്താൻ ഇറാൻ നടത്തുന്ന നീക്കമാണിതെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. നേരത്തെയും സൗദിയിലെയും യുഎഇയിലെയും എണ്ണ കമ്പനികൾക്ക് നേരെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു ആണവ നിലയത്തിന് നേരെയുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി യുഎഇയും ഇറാനും തമ്മിൽ നയതന്ത്രപരമായ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യുഎഇയുടെ പ്രതിരോധ ബന്ധങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇറാൻ ആരോപിച്ചു. എന്നാൽ ഇത് രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് യുഎഇ മറുപടി നൽകി. യുഎഇയുടെ സുരക്ഷയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്ന ഏത് നീക്കത്തോടും ശക്തമായി പ്രതികരിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ ദുർബലമായിക്കൊണ്ടിരിക്കെ നടന്ന ഈ ആക്രമണം മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ യുഎഇയിലെ ഊർജ്ജനാവിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണങ്ങൾ നടന്നിരുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങൾ യുഎഇയിൽ പ്രവർത്തിക്കുന്നതിനെതിരെ ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ട്രംപ് യുഎഇയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടായാൽ ശക്തമായി ഇടപെടുമോ എന്നു കണ്ടറിയണം. സംഭവത്തിൽ അന്വേഷണം പൂർത്തിയായ ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായും രാജ്യത്തിന് നേരെയുണ്ടാകുന്ന ഏത് ഭീഷണികളെയും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും യുഎഇ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ലോകം ഏറെ ഭീതിയോടെ നോക്കുന്ന ആണവ നിലയത്തിന് തൊട്ടടുത്ത് ഇത്തരമൊരു സ്ഫോടനം നടന്നത് മിഡിൽ ഈസ്റ്റിൽ സമാധാന അന്തരീക്ഷത്തെ ആശങ്കയിലാക്കി. ഇറാൻ പോര് രൂക്ഷമായിരിക്കെ നടന്ന ഈ നീക്കം വലിയൊരു പ്രാദേശിക യുദ്ധത്തിന് വഴിമരുന്നിടുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.